ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മുമ്മൂസ് വേൾഡ്. നമ്മൾ ബീഡിങ് ടെക്നിക്സിൽ സ്ക്വയർ സ്റ്റിച്ച് ഓൾറെഡി എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. ഈ സ്ക്വയർ പാറ്റേണിൽ നമ്മൾ ഡിസൈൻ ഇട്ടിട്ട് എങ്ങനെയാണ് ചെയ്യണതെന്നാണ് കാണിക്കുന്നത്. ഗോൾഡൻ കളറും റെഡ് കളറിലുള്ള ബീഡ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നൈലോൺ ത്രെഡ്, നോർമൽ ബീഡിങ് നീഡിലാണ് യൂസ് ചെയ്യുന്നത്. നൈലോൺ ത്രെഡ് നമ്മളൊരു 80-85 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ എടുക്കുക. എന്നിട്ട് സ്റ്റോപ്പറായിട്ട് ഏതെങ്കിലും ഒരു ബീഡ് എടുത്തിട്ട് ഇതുപോലെ 1 or 2 റൗണ്ട് ത്രെഡ് അതിൽ റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇത് നമ്മൾ ലാസ്റ്റ് അഴിച്ചെടുക്കാനുള്ള ബീഡാണ്, സ്റ്റോപ്പറായിട്ട്. ഏത് തരം ഡിസൈനിലും നമുക്ക് സ്ക്വയർ പാറ്റേൺ ചെയ്യാൻ പറ്റും. ഇയറിങ്സ് ആണെങ്കിലും ബുക്ക് മാർക്കർ, ചോക്കർ, പിന്നെ ബ്രേസ്ലെറ്റ്. ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു ഹാർട്ട് ഡിസൈനാണ്. ആദ്യം ഗോൾഡൻ കളറിൽ ബീഡ്സ് 11 എണ്ണം ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ സ്ക്വയർ സ്റ്റിച്ച് ചെയ്യുന്ന ആ സെയിം മെത്തേഡിൽ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ഇത് ചെയ്യാന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ക്വയർ ചെയ്ത് അതിൻ്റെ ലാസ്റ്റ് ബീഡ് വരെ നമ്മൾ ഈ സെയിം ലെവലിൽ ചെയ്യുക. ആദ്യത്തെ 1-2 സ്റ്റിച്ച് ജസ്റ്റ് ഒന്ന് ഹാൻഡിൽ ചെയ്യാനൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും. നൈലോൺ ത്രെഡ് ആയതുകൊണ്ട് ത്രെഡ് ഇങ്ങനെ ലൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് വേണം ബീഡ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ലെങ്ത്തിൽ ത്രെഡ് എടുക്കുമ്പോൾ എപ്പോഴും കെട്ട് കുരുങ്ങിപ്പോകും. അപ്പോൾ അതിന് നമ്മൾ ബീഡ്സിനകത്ത് നീഡിൽ കയറ്റിയിട്ട് ത്രെഡ് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കും കൂടെ വേണം. കെട്ട് കുരുങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അഴിക്കാനും ബുദ്ധിമുട്ടാണ്. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻസൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിസൈനിൽ സ്ക്വയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയും കൂടെ ചെയ്യുക. ഏത് രീതിയിലുള്ള പാറ്റേൺ ആണ്, ഇപ്പം നമ്മൾ ആൽഫബറ്റ്സ് ആണെങ്കിലും A to Z ഏത് ആൽഫബറ്റ് ആണെങ്കിലും ഇപ്പോൾ നമ്മളൊരു ഡിസൈൻ കണ്ടു, അതിൻ്റെ ബീഡഡ് വേർഷൻ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒക്കെ ചെയ്യാൻ പറ്റും. ഈ ഒരു ടെക്നിക്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് ഫസ്റ്റ് ടെക്നിക്കാണ് സ്ക്വയർ. മറ്റുള്ളത് അടുത്ത വരുന്ന വീഡിയോകളിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യും. നമ്മളിത് എൻഡ് വരെ ഈ സെയിം മെത്തേഡിൽ എൻഡ് വരെ ചെയ്യുക. ആദ്യത്തെ റോള് പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നുമില്ല, സെയിം ലെവലിൽ തന്നെയാണ് ചെയ്യുന്നത്. ആദ്യത്തെ റോ നമ്മൾ മുഴുവൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 5 എണ്ണം ഗോൾഡൻ ബീഡും, അത് കഴിഞ്ഞാൽ 6ാമത്തെ ബീഡ് എക്സാക്ട്ലി സെൻറ്ററിൽ വരുന്ന ആ സ്പേസിൽ ഒരൊറ്റ ബീഡ് ഗോൾഡൻ കളറിൽ റെഡ് കളറിൽ നമ്മൾ ചെയ്യുക. ഇനി വീണ്ടും അടുത്ത് വരുന്ന 5 ഗോൾഡൻ ബീഡ്, അതിൻ്റെ മുകളിൽ നമ്മൾ സെയിം ഗോൾഡൻ ബീഡ് തന്നെ ചെയ്യുക. നമുക്കിപ്പോൾ സെക്കൻഡ് റോ കഴിഞ്ഞു. ഇനി നമ്മൾ തേർഡ് റോയിൽ ഇതുപോലെ തന്നെ മുകളിൽ 4 എണ്ണം നമ്മൾ ഗോൾഡൻ ബീഡാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് 3 എണ്ണം 3 സ്റ്റിച്ചിൽ നമ്മൾ സെൻറ്ററിൽ ഇപ്പോൾ ചെയ്തേക്കുന്ന ആ റെഡിന് മുകളിലും അതിൻ്റെ ലെഫ്റ്റ് റൈറ്റിൽ ഓരോരോ ബീഡും നമ്മൾ ഗോൾഡിൽ ചെയ്യുക. അത് ഇരട്ട സംഖ്യയിൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരിക. ആദ്യത്തെ നമ്മൾ 1 ഇട്ടത്, ഇനിയിപ്പോൾ നമ്മൾ 3 സെൻറ്ററിൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ വരുന്ന സ്റ്റിച്ചിൽ 5 എണ്ണം വരും. അപ്പോൾ 2 റൈറ്റിലും ലെഫ്റ്റിലും ഗോൾഡൻ ബീഡ് 3 ആയിട്ടാണ് വരിക.
ഓക്കെ, 1-2 പാറ്റേൺ അങ്ങ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും ഇതിൻ്റെ ഒരു ടെക്നിക്ക് എന്താണെന്ന് ക്ലിയർ ആവും. അന്നേരം നമുക്ക് ഏത് തരത്തിലുള്ള ഡിസൈൻ, എത്ര വലുതാണെങ്കിലും എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഡിസൈൻ ആണെങ്കിലും നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ 3 നെക്സ്റ്റ് 4 ഗോൾഡൻ ബീഡ് തന്നെ ഇട്ടിട്ട് നെക്സ്റ്റ് റോയിലേക്ക് പോവാം. നമ്മളിപ്പോൾ 3 കംപ്ലീറ്റ് ചെയ്തു. ഇനി ഗോൾഡൻ കളർ ബീഡ്സ് അപ്പുറത്തെ സൈഡിലും 4 കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് റോ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ 3 ചെയ്തിട്ടുള്ള ആ ഒരു 3 റെഡ് ബീഡിൻ്റെ മുകളിൽ കറക്റ്റ് 3 വരും. ലെഫ്റ്റിലും റൈറ്റിലും 1 വെച്ചിട്ട് ഇൻക്രീസ് ആകും. അപ്പോൾ സൈഡിൽ വരുന്ന ഗോൾഡൻ ബീഡ്സ് 3 എന്നുള്ള രീതിയിലേക്ക് വരും. ഇതുപോലെ ഇപ്പം 5 ആയി. ഇനി നെക്സ്റ്റ് റോ നമ്മൾ ചെയ്യുന്ന സമയത്ത് സെയിം ലെവലിൽ തന്നെ അത് 7 ഇൻക്രീസ് ആവും. റെഡ് ഇങ്ങനെ ഇൻക്രീസ് ആയി ഹാർട്ടിൻ്റെ ഷേപ്പിലേക്കാണ്. അപ്പം നമ്മൾ ആ ഷേപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇൻക്രീസ് ചെയ്ത് പോകുന്നത്. ഇനി അടുത്ത് വരുന്ന 2 റോള് നമ്മൾ 9 പേരാണ് ചെയ്തത്. ഒറ്റ സംഖ്യയായിട്ടാണ് ഇൻക്രീസ് ചെയ്ത് പോകുന്നത്. അടുത്ത 2 റോള് 9 റെഡ് വരും. 2 സൈഡിലും 1 ഗോൾഡൻ ബീഡും വരും. ഇത് 2 റോ അങ്ങനെ വരും. ടോട്ടലി ഈ സ്ക്വയർഡ് കംപ്ലീറ്റ് ചെയ്യാൻ 10 റോസ് ആണ്. ഒരു ഹാർട്ടാണെങ്കിലും നമ്മൾ ആൽഫബറ്റ്സ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ 10 to 11 ഒരു 12 സ്റ്റെപ്പേ വരത്തുള്ളൂ. ഇനി നമ്മൾ ചെയ്യുന്ന ഇതിനകത്ത് 2 9 കഴിഞ്ഞതിൻ്റെ ശേഷം ചെയ്യുന്ന റോള് സെൻട്രൽ ആദ്യം ഒരു ഗോൾഡൻ ബീഡ് പിന്നെ 4 റെഡ് ബീഡ് ഇട്ടിട്ട് അതിൻ്റെ സെൻട്രൽ വീണ്ടും നമ്മൾ 1 ഗോൾഡൻ ബീഡ്. 2 സൈഡിലും 4 റെഡ് ബീഡ് വരും. ഇതിപ്പോൾ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിൽ കാണുന്നത് പോലെ. ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്ന സമയത്ത് 2 സൈഡിലും 2 ഗോൾഡൻ ബീഡ് വരും. പിന്നെ സെൻട്രൽ 3 ഗോൾഡൻ ബീഡ്. അതിൻ്റെ 2ൻ്റെയും സെൻട്രലായിട്ട് 2 റെഡ് ബീഡും വരും. ഇനി നമ്മൾ ചെയ്യുന്ന 2 റെഡാണ്. ഞാൻ ഈ വീഡിയോസിൻ്റെ ലാസ്റ്റ് ഇതിൻ്റെ ഡയഗ്രാം കൂടെ ഉൾപ്പെടുത്താം. പിക്സൽ ആർട്ട് ചെയ്തെടുത്തിട്ടുള്ള നമ്മൾ ഏതൊരു ഡിസൈൻ ആണെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇതുപോലെ. ഇതുപോലെ ഇപ്പോൾ 2. ഇനി അടുത്തത് 3 ആ മുൻപിട്ട റോല് ഗോൾഡിൻ്റെ മുകളിലും വരും. ലെഫ്റ്റും റൈറ്റും 1 ഗോൾഡും കൂടെ വരും ഇതുപോലെ. ഇപ്പം ഏകദേശം ഹാർട്ട് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആദ്യം ചെയ്ത റോല് റെഡ് ഇല്ലല്ലോ, ഫുൾ 1 റോ ഗോൾഡ് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് മുകളിലും ഏറ്റവും ലാസ്റ്റത്തെ റോയും ഫുള്ളായിട്ട് ഗോൾഡൻ ബീഡ് മാത്രം ചെയ്തിട്ട് എടുക്കുക. പിന്നെ നമ്മുടെ ഈ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫസ്റ്റത്തെ വൈറ്റ് ബീഡ് ഈ ത്രെഡ് അടുത്ത റോനകത്തൂടെ ജസ്റ്റ് ഒന്ന് കയറ്റി ഇറക്കിയതിന് ശേഷം ആ ബീഡ് അഴിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്യുക. ഇപ്പോൾ ഇതേ സ്ക്വയർ പീസിലെ സ്ക്വയർ ബീഡിലുള്ള ഹാർട്ട് പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഇയറിങ്സ് ആണ് ചെയ്യുന്നത്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേസ്ലെറ്റ് ചെയ്യാം, ചോക്കർ ഈ ഒരു സെയിം പാറ്റേണിൽ ഇങ്ങനെ 10 സ്റ്റെപ്പ് വെച്ചിട്ട് ഓരോരോ ഹാർട്ടായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേസ്ലെറ്റും ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇയറിങ്സ് ആണ് ചെയ്യുന്നത്. ഇത് ടോട്ടലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 11 ബീഡ് ഇട്ടിട്ടാണ് ചെയ്തത്. അപ്പോൾ 11 സെൻറ്ററിൽ 2 സൈഡിലും 5 വിട്ടിട്ട് 6ാമത്തെ ആ ബീഡിനകത്ത് നമ്മൾ ജംറിങ് ഇട്ട് ഹുക്ക്, നമ്മൾ ഇയർ ഹുക്ക് അല്ലെങ്കിൽ ഓപ്പൺ സ്റ്റൈല്, ക്ലോസിങ് സ്റ്റൈല് നമ്മുടെ അടുത്ത് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് ഏതാണ് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഹാങ്ങർ ഇട്ടിട്ട് ലോക്ക് ചെയ്യുക. നന്നായിട്ട് ലോക്ക് ചെയ്തതിന് ശേഷം
ഇത് ഇത്ര മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണെങ്കിലും നമുക്കിതിപ്പോൾ ഇയറിങ്സ് ഓൾറെഡി ഡൺ ആണ്, ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം. അതല്ല കുറച്ചുകൂടെ നമുക്ക് സ്റ്റൈലിഷ് ആക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ഡിസൈൻ ബേസിൽ ചെയ്യാന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ അടുത്ത് ബൈക്കോൺ ബീഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ബീഡ് സെയിം കളർ ഹാർട്ട് ചെയ്തിട്ടുള്ള സെയിം കളേഴ്സിൽ അവൈലബിൾ ആണെങ്കിൽ, ഇത് ഞാൻ പൈപ്പിനാണ് ഇട്ടിട്ടുള്ളത്, ഇതിൻ്റെ ലെങ്ത് കൂടുതലുള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോ സ്ട്രിങ് ക്രിയേറ്റർ വെച്ചിട്ട് ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് ഇത് നമ്മൾ ലോക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് വേറെ ഒരു ജംറിങ് എടുത്ത് താഴെയും അതേപോലെ സെൻറ്ററിൽ 6ാമത്തെ ബീഡ്സിനകത്ത് നമ്മൾ ജംറിങ് ഇട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കുന്തൻ സ്റ്റൈൽ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള കുങ്കുരു സ്റ്റൈൽ ചെയ്തിട്ടുള്ള ആ ബീഡ് അതിനകത്ത് ഇട്ടിട്ട് ജസ്റ്റ് ലോക്ക് ചെയ്യും. ഇത് ഓപ്ഷണലാണ്. ഇതിലിപ്പോൾ ഈ ഒരു സ്റ്റൈല് തന്നെ ചെയ്യണമെന്നില്ല. നമ്മുടെ അടുത്ത് ഹാങ്ങിങ് ആയിട്ട് എന്തെങ്കിലും സംഭവം ഉണ്ട്, അല്ലെങ്കിൽ ഗോൾഡൻ കളറിലോ ഏത് കളേഴ്സ് ബീഡിലാണ് ചെയ്തേക്കുന്നത് അതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഏത് കളേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ക്യൂട്ടായിട്ടിരിക്കും. ഇത്രയേ ഉള്ളൂ. അതേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇയറിങ്സ് റെഡിയാണ്. മറ്റേത് നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നല്ല മനോഹരമായിട്ടുള്ള വേറൊരു വീഡിയോസായിട്ട് കാണുന്നത് വരെ ബായ്. ഇത് ഞാനിപ്പോൾ ഒരു ബ്രേസ്ലെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഫ്ലമിംഗോയുടെ ഡിസൈനിലുള്ള. ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ട്രൈ ചെയ്യാം. ബൈ.